നിലമ്പൂരിൽ UDF പ്രചാരണം ഇന്ന് ആരംഭിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചാരണത്തിൽ മുന്നിലെത്തുകയാണ് ഇനി UDFന്റെ നീക്കം. അതേസമയം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനായി ഇടതുമുന്നണിയിലും ചർച്ചകൾ ഊർജിതമാക്കി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കണോ എന്നതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട്. PV അൻവറിന്റെ നീക്കങ്ങളും ഇന്ന് നിർണായകമാണ്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സമീർ ബിൻ കരീമും വിശദാംശങ്ങളുമായി ചേരും. ആദ്യം UDF ക്യാമ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എന്താണ് UDF ക്യാമ്പിൽ നടക്കുന്ന നീക്കങ്ങൾ? പ്രചാരണത്തിന് ഇന്ന് തുടക്കമിടാൻ പോകുന്നു. വൈകിട്ട് മുതിർന്ന നേതാക്കളെ അടക്കം അണിനിരത്തിക്കൊണ്ട് കൺവെൻഷൻ നടക്കാൻ പോകുന്നു. അതിനിടയിലും അൻവറിന്റെ നിലപാട് അങ്ങനെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്താണ് UDF ക്യാമ്പിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ റാഫി? തീർച്ചയായും പ്രചരണത്തിലൂടെ ഒരു പടി മുന്നിലെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ UDF ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായുള്ളത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു UDF കൺവെൻഷൻ തീരുമാനിച്ചിരുന്നു. 3 മണിക്കാണ് ഇന്ന് ആ കൺവെൻഷൻ നടക്കുക. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുതിർന്ന നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൺവെൻഷനോട് കൂടിയായിരിക്കും ഔദ്യോഗികമായുള്ള UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുക. എന്നാൽ രാവിലെ 7 മണിക്ക് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ സന്ദർശനം നടത്തി ആര്യാടൻ ഷൌക്കത്ത് വ്യക്തിപരമായുള്ള തന്റെ പ്രചരണങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം 10 മണിയോടുകൂടി പാണക്കാടെത്തി പാണക്കാട് കുഞ്ഞാലിക്കുട്ടിയെയും ഒപ്പം തന്നെ ലീഗ് നേതാക്കളെയും കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് യാത്രയിലായതിനാൽ പാണക്കാടില്ല. ഒപ്പം പാണക്കാട് മറ്റ് തങ്ങൾമാരെയും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുമായിരിക്കും ഇന്ന് മലപ്പുറത്തെത്തി ആര്യാടൻ ഷൌക്കത്ത് കാണുക. അതിനുശേഷം തിരികെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ആര്യാടൻ ഷൌക്കത്ത് കടക്കുക. ഏതായാലും UDF ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ആര്യാടൻ ക്യാമ്പ് പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൺവെൻഷനോട് കൂടി അത് അതിന്റെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം, ഇന്ന് VS ജോയി ആര്യാടൻ ഷൌക്കത്തിനെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി VS ജോയി ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ആര്യാടൻ ഷൌക്കത്തിനെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ ആര്യാടൻ ഷൌക്കത്തിനെ VS ജോയി സന്ദർശിക്കുന്നുണ്ട്. VS ജോയിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ചുമതലയുള്ളത്. സജീവമായി പേര് പരിഗണിച്ചിരുന്നു VS ജോയിയുടേത്. VS ജോയിയെ തഴഞ്ഞതിൽ ആ VS ജോയി ക്യാമ്പിന് കാര്യമായ അതൃപ്തിയുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും ഒരുമിച്ച് നിന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ. അതേത് നിലയിലാകും എന്നുള്ളതാണ് UDFന്റെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ PV അൻവറിന്റെ തീരുമാനങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പ് ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുന്നണി പ്രവേശനം സംബന്ധിച്ചും ഒപ്പം തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ചും 2 ദിവസത്തെ സമയമാണ് PV അൻവർ ഇന്നലെ തീരുമാനിച്ചത്. ആ 2 ദിവസത്തിനുള്ളിൽ എന്ത് തീരുമാനമായിരിക്കും PV അൻവർ എടുക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇന്ന് PV അൻവർ പല UDF നേതാക്കളുമായി കൂടിക്കാഴ്ചക്ക് സമയം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൂടിക്കാഴ്ചകൾക്കെല്ലാം ശേഷമായിരിക്കും എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള PV അൻവറിന്റെ നിലപാട് വ്യക്തമാവുക. PV അൻവർ തീർച്ചയായും PV അൻവറിന്റെ നിലപാട് ഇതിൽ എത്രത്തോളം നിർണായകമാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UDF ഈ PV അൻവറിന്റെ നിലപാടുകൾ UDFന് ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? PV അൻവറിന്റെ നിലപാട് സംബന്ധിച്ച് UDFൽ വലിയ ആശങ്കയുണ്ട്. കാരണം ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം PV അൻവർ ഒട്ടും ആഗ്രഹിച്ച കാര്യമായിരുന്നില്ല. VS ജോയിക്ക് വേണ്ടിയായിരുന്നു PV അൻവർ രാജിവെച്ചത് മുതൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോയിരുന്ന PV അൻവറിന്റെ നിലപാടുകളെ അല്ലെങ്കിൽ PV അൻവറിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാതെയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം AICC ഇന്നലെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വത്തിന് തൊട്ടു പിന്നാലെ തന്നെ രൂക്ഷ വിമർശനമായാണ് PV അൻവർ രംഗത്തെത്തിയത്. ആര്യാടൻ ഷൌക്കത്ത് 2 മാസം മുൻപ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമങ്ങൾ പോലും നടത്തിയിരുന്നുവെന്ന് ഇന്നലെ PV അൻവർ പറഞ്ഞിരുന്നു. UDFനെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞത്. ആ 2 ദിവസ സമയം UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ PV അൻവറിന്റെ പിന്തുണ അത് വളരെ നിർണായകമാണ്. കാരണം PV അൻവറിന്റേതായ ഒരു എഫക്ട് നിലമ്പൂരിലുണ്ട്. രാജിവെച്ചത് മുതൽ PV അൻവർ നിലമ്പൂരിലെ ജനങ്ങളുടെ ഇടയിൽ ചില സ്വാധീനങ്ങൾ ഇതിനോടകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്
വോട്ടാക്കി മാറ്റാൻ UDF-ന് കഴിയണം. അല്ലാത്ത പക്ഷം ഈ ഒരു സാഹചര്യം അത് മുതലെടുക്കാൻ LDF-ന്റെ നീക്കങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ PV അൻവറിന്റെ തീരുമാനങ്ങൾ കൂടി മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി PV അൻവർ എന്ത് ചെയ്യും എന്നുള്ളത് നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ PV അൻവർ ഇന്ന് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് നേതാക്കളെ ഉപയോഗിച്ച് PV അൻവറിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ, ആശങ്കകൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നണിയുടെ ഭാഗമാക്കി PV അൻവറിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ദിവസത്തിനകം UDF-ന് അനുകൂലമായ ഒരു തീരുമാനം PV അൻവറിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് PV അൻവറിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിലേക്ക് സ്വന്തം മത്സരിക്കുക, അല്ലെങ്കിൽ തൃണമൂലിന്റേതായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ PV അൻവറിന്റേതായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക, ഇത്തരം തീരുമാനങ്ങളിലേക്ക് PV അൻവർ കടക്കില്ല എന്നുള്ളതാണ് ഇതുവരെയും കോൺഗ്രസ് ക്യാമ്പിന്റെ നിലവിലുള്ള കോൺഗ്രസ് ക്യാമ്പിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഏറെ നിർണായകമാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം ആരംഭിക്കുമ്പോൾ PV അൻവർ ഏത് നിലയിൽ ആ പ്രചരണത്തിൽ സഹകരിക്കും, സജീവമാകും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ കാണേണ്ടതുണ്ട്. റാഫി, PV അൻവറിൻ്റെതൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ നിലപാട്. നേരത്തെ തീരുമാനിച്ചതുപോലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെ, ആ സമ്മർദ്ദ തന്ത്രമൊക്കെ തള്ളിക്കൊണ്ടൊരു രാഷ്ട്രീയ തീരുമാനം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് ആ സംഘടനാ സംവിധാനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി സജീവമായി പ്രചാരണത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് UDF-ന്റെ തീരുമാനം. അതിനിടയിൽ തന്നെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന പരാതികളൊക്കെയുണ്ട്. ഇപ്പോൾ VS ജോയി സ്വീകരിക്കുന്ന നിലപാടുണ്ട്. പുറത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ VS ജോയിക്കും അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാന പോരാട്ടത്തിൽ ഈ പാർട്ടി സംവിധാനത്തെ ഒരുമിച്ച് പ്രചാരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം, പൂർണ്ണ ആത്മവിശ്വാസം UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ടോ റാഫി? ആ നിലയിലുള്ള ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും അത്തരമൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിന് അകത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം VS ജോയിയുടെ പേര് സജീവമായി തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് വരെ VS ജോയി ക്യാമ്പിന്റെ പ്രതീക്ഷ ഒരു സ്ഥാനാർത്ഥി VS ജോയി ആകും എന്നുള്ളത് തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് VS ജോയിയെ പരിഗണിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ല എന്നുള്ളതാണ്. കാരണം അനുകൂലമായ സാഹചര്യം VS ജോയിക്കുണ്ടായിരുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് PV അൻവർ ആയിരുന്നു. PV അൻവർ എഫക്ട് പൂർണ്ണമായും VS ജോയിക്ക് അനുകൂലമാകും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മലയോര കർഷകരുടെ വോട്ടുകൾ, കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ, ആ വോട്ടുകളിൽ VS ജോയിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആ വോട്ടുകൾ UDF-ലേക്ക് എത്തിക്കാൻ VS ജോയിക്ക് കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒപ്പം തന്നെ മുസ്ലിം നേതാക്കളുമായും മുസ്ലിം സംഘടനാ നേതാക്കളുമായും VS ജോയി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു. ആ നിലയിലെല്ലാം തന്നെ അനുകൂല സാഹചര്യം VS ജോയിക്കുണ്ടായപ്പോൾ VS ജോയിയുടെ പേര് പരിഗണിക്കണമെന്ന ആവശ്യം VS ജോയി ക്യാമ്പ് വളരെ ശക്തമായി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നേതൃത്വം പരിഗണിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ചില അതൃപ്തികൾ VS ജോയി ക്യാമ്പ് തന്നെ മുന്നോട്ട് വച്ചിരുന്നു. VS ജോയി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒന്നിച്ചു നിന്ന് പ്രചരണത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിന്റെ തൊട്ടടുത്തുണ്ടായിട്ടും 1 കിലോമീറ്റർ അടുത്തുണ്ടായിട്ട് പോലും ഇന്നലെ VS ജോയി ആര്യാടൻ ഷൗക്കത്തിനെ സന്ദർശിച്ചില്ല. രാത്രി വൈകി എന്നുള്ള വിശദീകരണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് 24-നോട് VS ജോയി പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അതൃപ്തി തന്നെയാണ് ഇന്നലെയുള്ള ഒരു സന്ദർശനമില്ലാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലമ്പൂരിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളും, VS ജോയി ക്യാമ്പിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളും ഇന്നലെ രാത്രി വൈകിയും ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സന്ദർശിച്ച് അഭിനന്ദനങ്ങളും പിന്തുണകളും അറിയിച്ചിരുന്നു. എന്നാൽ VS ജോയി ഇന്നലെ ആ സന്ദർശനം നടത്തിയില്ല. ഇന്ന് VS ജോയി ആര്യാടൻ ഷൗക്കത്തിനെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മുതിർന്ന നേതാക്കളടക്കം ജില്ലയിലേക്ക് എത്തുമ്പോൾ, നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ VS ജോയി അനുനയിപ്പിച്ച് ഒപ്പം നിർത്തി മറ്റ് വിഭാഗീയതകളൊന്നുമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഈ നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഇന്നത്തോട് അറിയാൻ കഴിയുന്ന നേതാക്കൾ എത്തുന്നത് അതിനുകൂടിയാകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് സണ്ണി ജോസഫ് VS ജോയിയെ നേരിട്ട് വിളിച്ചിരുന്നു. ഒരു അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി താനല്ല എന്നുള്ള വിവരം VS ജോയിയെ അറിയിക്കുക മാത്രമായിരുന്നില്ല ഇന്നലത്തെ സണ്ണി ജോസഫിന്റെ ഫോൺ
പൊൻവിളിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്ത് ചില ആശങ്കകളുണ്ട്. അത് വരും ദിവസങ്ങളിൽ പരിഗണിച്ച് അത് വരും ദിവസങ്ങളിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് PV അൻവറിന്റെ പ്രശ്നങ്ങളാണ്. അതിന് 2 ദിവസം സമയമാണ്. അത്തരത്തിൽ നിരവധി ആശങ്കകൾ UDF ക്യാമ്പിൽ നിലനിൽക്കുകയെ ഇന്ന് കൺവെൻഷൻ നടക്കാനിരിക്കുകയാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് VS ജോയ് തന്നെ പറയുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇനി അൻവറിന്റെ നീക്കം എന്നുള്ളത് UDF-നെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്.